ഹായ്, ഇന്ന് നമ്മൾ നോക്കുന്നത് IPL 2024 ഡൽഹി ക്യാപിറ്റൽസിന്റെ സ്ക്വാഡാണ്. അപ്പോൾ ആരൊക്കെയാണ് ടീംസ് എന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഡൽഹി ക്യാപിറ്റൽസിന്റെ ഓണർ എന്ന് പറയുന്നത് JMR സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, അതുപോലെ തന്നെ JSW സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഇവരുടെ കോച്ച് റിക്കി പോണ്ടിംഗ് ആണ്, ക്യാപ്റ്റൻ ഡേവിഡ് വാർണർ. ഇവരുടെ ഹോം ഗ്രൗണ്ട് വരുന്നത് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയമാണ്. ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് www.delhicapitals.in. ഡൽഹി ക്യാപിറ്റൽസിന് 11 ബാറ്റ്സ്മാൻമാരാണ് ഉള്ളത്. അതിൽ 6 പേര് വിക്കറ്റ് കീപ്പർ കം ബാറ്റ്സ്മാൻ ആണ്. അതുപോലെ ഇവർക്ക് 4 ഓവർസീസ് പ്ലേയേഴ്സ് ആണ് ബാറ്റേഴ്സ് ആയിട്ടുള്ളത്. അവരുടെ ബാറ്റിംഗ് ടീമിനെ കുറിച്ച് പറയാം, സ്ക്വാഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ബാറ്റ്സ്മാൻമാർക്കാണ്. അതിലും വലിയൊരു കൗതുകം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കൂടുതൽ വിക്കറ്റ് കീപ്പേഴ്സാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഏകദേശം 6 പേരാണ് വിക്കറ്റ് കീപ്പേഴ്സ് ആയിട്ട് അവർ ചൂസ് ചെയ്തിരിക്കുന്നത്. ഋഷഭ് പന്തിന്റെ നില ഇപ്പോൾ ഓക്കെ ആയി വരുന്നു എന്നുള്ളതാണ് കേൾക്കുന്നത്. IPL കളിക്കില്ല എന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ ഉള്ള ഹോപ്പ്, അതുപോലെ ചിക്കാര, എല്ലാവരും അതുപോലെ തന്നെ കുശാഗ്ര ഒക്കെ ഉണ്ട്. അവരൊക്കെ പിന്നെ വിക്കറ്റ് കീപ്പേഴ്സ് ആണ്. അപ്പോൾ ഇതിൽ ബാറ്റിംഗ് വരുന്നത് പന്ത് വരുന്നുണ്ട്, വാർണറുണ്ട്, പി ഷോ, പിന്നെയുള്ളത് ദല്ലുണ്ട്, ഹോപ്പ് ഉണ്ട്, ചിക്കാരയുണ്ട്, പോറലുണ്ട്, ബ്രൂക്ക്, ബുയി, പിന്നെ കുശാഗ്ര, സ്റ്റബ്സ്. ഇതിൽ വാർണർ ഓസ്ട്രേലിയൻ പ്ലെയർ ആണ്, നമ്മളെ ഡൽഹി ക്യാപിറ്റൽസിന്റെ ക്യാപ്റ്റൻ കൂടിയാണ്. ഹോപ്പ് വെസ്റ്റ് ഇൻഡീസ് പ്ലെയർ, ബ്രൂക്ക് എന്ന് പറയുന്നത് ഇംഗ്ലണ്ട് പ്ലെയർ ആണ്, സ്റ്റബ്സ് സൗത്ത് ആഫ്രിക്കയാണ്. 4 ഓൾറൗണ്ടർമാരാണ് ഡൽഹി ക്യാപിറ്റൽസിനുള്ളത്. അതിൽ തന്നെ ഒരാള് ഓവർസീസ് പ്ലെയർ ആണ്. ഓൾറൗണ്ടേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവർ ഇത്തവണ നമ്മുടെ അഷ്കർ പട്ടേലിനെയും ലളിത് യാദവിനെയും മാർഷിനെയും നിലനിർത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഇപ്പം എക്സ്ട്രാ ആയിട്ട് ബിഡ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് കുമാറിനെയാണ്. അപ്പോൾ ഓൾറൗണ്ടേഴ്സിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ല എങ്കിലും ഉള്ളവർ വളരെ ശക്തരായ പ്ലെയേഴ്സാണ്. അക്ഷർ പട്ടേലും അതുപോലെ തന്നെ മിച്ചൽ മാർഷും വളരെ നല്ലൊരു പ്ലെയർ ആണ്. മിച്ചൽ മാർഷ് ഓസ്ട്രേലിയൻ പ്ലെയർ ആണ്. ബൗളേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ 10 ബൗളേഴ്സ് ആണ് ഇവർക്ക് ഉള്ളത്. അതിൽ 3 പേര് ഓവർസീസ് ആണ്. ബൗളേഴ്സിൽ ഒരു വലിയൊരു നിര തന്നെ അവർ കാഴ്ചവെച്ചിട്ടുണ്ട്. അതായത് ഡുബെ ഉണ്ട്, ഒസ്റ്റാലുണ്ട്, നോട്രിജി ഉണ്ട്, യാദവ് ഉണ്ട്, നിക്നി ഉണ്ട്, അഹമ്മദ്, ഇഷാന്ത് ശർമ്മ, റിച്ചാർഡ്സൺ, മുകേഷ് കുമാർ, ദർ. ഇതിൽ ഇഷാന്ത് ശർമ്മയും അതുപോലെ നിഗ്നിയും നോട്രിജിയും ഒക്കെ അടങ്ങുന്ന നല്ലൊരു ഫാസ്റ്റ് ബോളിങ്ങിനെ അവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കും. കൂടെ അവർക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് മുകേഷ് കുമാറിന് പറ്റും എന്ന് തന്നെ വിശ്വസിക്കാം. എന്തൊക്കെ വന്നാലും ഒരു നല്ലൊരു ടീമാകുമെന്ന പ്രതീക്ഷയിലാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പം ഇതിൽ മെയിനായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്രിജി സൗത്ത് ആഫ്രിക്കൻ പ്ലെയർ ആണെങ്കിൽ റിച്ചാർഡ്സൺ ഓസ്ട്രേലിയൻ പ്ലെയർ ആണ്. നിഗ്നി എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കൻ പ്ലെയർ തന്നെയാണ്. ഇതിലിനിയിപ്പോൾ നമുക്ക് നോക്കാനുള്ള ബിഡഡ് ആയിട്ട് എത്ര പേരെ എടുത്തിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ആദ്യമേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ബാറ്റിംഗിൽ മൊത്തം 6 പേരെ അവർ ചൂസ് ചെയ്തപ്പോൾ ബൗളേഴ്സിൽ 2 പേരെയാണ് സെലക്ട് ചെയ്തത്. ഓൾറൗണ്ടിൽ നിന്ന് ഒരാൾ കുമാറിനെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. സോ ഇതാണ് നമ്മുടെ ഡൽഹിയുടെ ടീം എന്ന് പറയുന്നത്. ഈ ടീമിൽ എന്തൊക്കെ പോരായ്മകളുണ്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്തെങ്കിലും ഓൾറൗണ്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പം വളരെ ഭയങ്കര വലിയ ശക്തമായ ഒരു ടീമാണെന്ന് പറയത്തില്ല. ഒരു ബാറ്റ്സ്മാൻ എന്നുള്ള നിലയിൽ വലിയ രീതിയിലുണ്ട് എങ്കിലും ബൗളേഴ്സും ഉണ്ട്. പക്ഷേ ഓൾറൗണ്ടേഴ്സ് ഒരു പരിധിവരെ കുറവാണ് എന്ന് തോന്നുന്നു. ചെന്നൈയും അതുപോലെ തന്നെ RCB ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഓൾറൗണ്ടേഴ്സ് വളരെ കുറവ് തന്നെയാണ് നമ്മുടെ ഡൽഹി ക്യാപിറ്റൽസിൽ. എന്തായാലും വാർണറുടെ ക്യാപ്റ്റൻസിയിൽ എത്രത്തോളം എങ്ങനെയായിരിക്കും നമ്മുടെ ടീം ഇത്തവണ കാഴ്ചവെക്കുക. ഇതുവരെ കപ്പൊന്നും നേടിയിട്ടില്ല IPL-ന്റെ. ഇത്തവണ അവർ IPL-ന്റെ കപ്പ് നേടുമോ, ഫൈനൽ എത്തുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. So support our channel and stay tuned with us. BK808 Cricket Fever. Thank you.